ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇത് ഞങ്ങളുടെ സെർബിയൻ യാത്രയുടെ 2ാം ദിവസം. ഏതാണ്ട് ഒരു 10 മണിയോടുകൂടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. അന്ന് ഞങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്ന 2-3 സ്ഥലങ്ങളിൽ ആദ്യത്തത് ഒരു മുസ്ലിം പള്ളിയായിരുന്നു. ഏതാണ്ട് ഒരു 500 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു മോസ്ക്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് 1-1.5 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞാനീ പറഞ്ഞ 500 കൊല്ലത്തോളം പഴക്കമുള്ള മോസ്ക്. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എൻ്റെ സുഹൃത്തായ റഷീദിൻ്റെ വ്ളോഗിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് റഷീദിൻ്റെ വ്ളോഗ് ID. ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന 2ാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള 2 പ്രധാനപ്പെട്ട നദികൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അതായത് ഡാന്യൂബ് നദിയും സാവ നദിയും കൂടിച്ചേരുന്ന ഒരു സ്ഥലം. വളരെ മനോഹരമായ ഒരു ലൊക്കേഷനാണത്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു നല്ലൊരു പാർക്കുമുണ്ട്, സാവ പാർക്ക്. ഇതല്ല പാർക്ക്, ഇത് നമ്മൾ അങ്ങനെ പോകുന്ന വഴി ഒരെണ്ണം കണ്ടപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ടാക്സി അന്വേഷിച്ച് നിൽപ്പായി. കുറച്ച് നേരം കഴിഞ്ഞാൽ മനസ്സിലായത് അങ്ങനെ എല്ലായിടത്തും ടാക്സി നിർത്തില്ല. അതിനുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയസിൽ നിന്ന് കൈ കാണിച്ചാൽ മാത്രമേ ടാക്സി നിർത്തുള്ളൂ എന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോഴാണ് ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് ഒരു പെട്രോൾ സ്റ്റേഷനിൽ ടാക്സിയിൽ പെട്രോൾ ഫില്ല് ചെയ്യുന്ന കണ്ടത്. പിന്നെ പുള്ളിയുടെ കൂടെ കയറി നേരെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്കെത്തി. ഈ നദിയുടെ തീരത്തെല്ലാം ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ കാണുന്ന എല്ലാം റെസ്റ്റോറൻറ്റുകളാണ്. പല വീടിൻ്റെ ഷേപ്പിലൊക്കെ പണിത് വെച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ. ഇപ്പോൾ ഈ കാണുന്ന വഴി, അതായത് ഈ പാലം പോലെയൊക്കെ പണിത് വെച്ചിട്ടുള്ള ഈ വഴി നേരെ ചെന്ന് ചേരുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അതും വളരെ മനോഹരമായി എന്താ പറയുക ഡിസൈൻ ചെയ്തിട്ടുള്ള പുല്ലൊക്കെ മേഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഇതെല്ലാം എന്താണ് പണിതിട്ടുള്ളത് നദിയിലേക്ക് ഇറക്കിയിട്ടാണ്. ഫുൾ നദിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് പണിത് വെച്ചിട്ടുള്ളത്. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്, ഫങ്ഷൻ ചെയ്യുന്നില്ല. കണ്ടില്ലേ, കംപ്ലീറ്റ് നദിയിലേക്ക് ഇറക്കിയിട്ടാണ് റെസ്റ്റോറൻറ്റ് പണിതിട്ടുള്ളത്. അതിനുശേഷം അവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ, ഈ നദിയുടെ കരയിൽ കൂടെ തന്നെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡാന്യൂബിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് അതിങ്ങനെ വളഞ്ഞിങ്ങനെ സാവ നദിയുടെ തീരത്തേക്ക് പോകും. അവിടെയാണ് ഈ പാർക്കുള്ളത്. ഇതാണ് സാവ പാർക്ക്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. അതുപോലെ കുറേ ഏരിയയിൽ ഇങ്ങനെ എന്താ പറയുക വ്യാപിച്ചു കിടക്കുന്നൊരു പാർക്കുമാണത്. നടക്കാനാണെങ്കിൽ കുറേ ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് എത്ര ഫോട്ടോ എടുത്തു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത്രമാത്രം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ, അതിൻ്റെ വ്യൂ ഫൈൻഡറിൽ കൂടെ കാണുമ്പോൾ എന്താ പറയുക നല്ല ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു ഇതായിരിക്കും, പിക്ചേഴ്സ് ആയിരിക്കും ഇവിടുന്ന് കിട്ടുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര കളേഴ്സാന്ന് കണ്ടില്ലേ. അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം വിശക്കാൻ തുടങ്ങി. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പാർക്കിലൊന്നും അധികമാരും വരാത്ത കാരണം അതെല്ലാം പൂട്ടി കിടക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ട് അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടുന്ന് മറ്റേ ഈ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കലമഗ്ദാൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ, അതുകൊണ്ട് ഒരു 19 റെസ്റ്റോറൻറ്റുകളോളം ഇങ്ങനെ നിരന്ന് ഉള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ച് നേരെ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി നേരെ അപ്പുറത്തേക്ക്. ചെറിയ പാലമൊന്നുമല്ല, നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പാലം. എനിക്ക് തോന്നണം ഈ പാലം ഏതാണ്ട് ഒരു 1/4 കിലോമീറ്റർ നീളമുള്ളൊരു പാലമാണിത്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെയും ഇതുപോലെ തന്നെ നദിയിലേക്ക് ഇറക്കി പണിതിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതാണ് ആ നദി. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് കിടക്കുന്നത് സാവയാണ്. നമ്മൾ വന്നത് അപ്പുറത്ത്, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുന്നതാണ് ഡാന്യൂബ്. പാലം കയറ്റവും
നടക്കുകയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് ശരിക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. അവിടെ പിന്നെ എത്ര നടന്നാലും നമ്മൾ ക്ഷീണിക്കില്ല, അവിടുത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെ ആയത് കാരണം. നമ്മൾ പാലം ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തി, കലമഗ്ദാൻ എന്ന് പറഞ്ഞ സൈഡിലേക്ക് എത്തി. ഇത് അവിടെ നിന്ന് പോകുന്ന ഇൻ്റർനാഷണൽ ബോട്ടുകളുടെ ഒരു മാപ്പാണ്, റൂട്ട് മാപ്പാണ്. അവിടെ ഒരു അപ്പൂപ്പനെ പരിചയപ്പെട്ടു, ഒരു എക്സ് പോലീസാണ്, പോലീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു അപ്പൂപ്പനാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിയെ നമ്മൾ ഫിലിം ചെയ്യുന്ന പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി നമ്മുടെ തയ്യപ്പിനെ വിളിച്ചു, ചൂണ്ടയൊക്കെ കൊടുത്തിട്ട് പോസ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ തയ്യപ്പും ചൂണ്ടയൊക്കെ ആയിട്ട് നിൽക്കുന്നാണ്ടാത്തൊന്നും നല്ലൊരു എന്താ പറയുക മീൻപിടുത്തക്കാരനാണ്. ഈ കാണുന്നതുണ്ട്, റൈറ്റ് സൈഡ് കാണുന്ന ഈ ബിൽഡിങ്സിൽ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഏതാണ്ട് ഒരു 50 എണ്ണെങ്കിലും മിനിമം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു നമ്മൾ നേരെ എന്താ പറയുക നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ, അതായത് ബെൽഗ്രേഡ് ഫോർട്ടാണത്. ഇത് ഈ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് കിടക്കാനുള്ള ഫ്ലൈ ഓവറാണത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള നദിയുടെ കാഴ്ചകൾ. ഇപ്പോഴത്തേക്കും പറഞ്ഞ പോലെ പെട്ടെന്ന് ഇരുട്ടാവും. ഇപ്പോൾ ഏതാണ്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. ഈ ഫോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഫോർട്ടാണ്. ഇതിപ്പോൾ ഇന്ന് കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അപ്പോഴത്തേക്കും ഇരുട്ടി തുടങ്ങി. ഈ ഫ്ലൈ ഓവർ തന്നെ പണിത് വെച്ചിട്ടുള്ള ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതുമ്പോൾ തന്നെ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 1 കിലോമീറ്റർ നടക്കണം ആ ഫ്ലൈ ഓവറിൽ കൂടെ. ഇതാണ് ഫോർട്ടിനകത്തുള്ള കാഴ്ചകൾ. ഇവിടെയും കയറ്റം തന്നെ. ഫോർട്ട് കുറച്ച് മേളിലായിട്ടുള്ളത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, അത് കാരണം കുറേ പടികളുണ്ട് മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമായൊരു ഫോർട്ടാണ്. അപ്പോഴേക്കും ഏതാണ്ട് ഇരുട്ടായി തുടങ്ങി. നമ്മളതിൻ്റെ ഒരു കോർണറിൽ എത്തിയിട്ടുള്ളൂ. ശരിക്കും കണ്ടു തീർക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇതാണ് കിടങ്ങ് പോലെയുള്ള സ്ഥലം, അതായത് മറ്റേ ഗേറ്റിന് മുമ്പായിട്ട് എല്ലാ ഫോർട്ടിലും ഉണ്ടാവില്ലേ, ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതാണ് ഗേറ്റ്. ആ ചങ്ങല കണ്ടില്ല, ആ ചങ്ങല ആണ് മറ്റേ വാതിലിനെ ഇങ്ങനെ പൊക്കി നിർത്തുന്നത്. ഈ മതിലിൻ്റെ വീതി കണ്ടോ, ഇത് കംപ്ലീറ്റ് ഗേറ്റാണ്. ഇത്രയും തിക്നെസ്സിലാണ് മറ്റേ ആ മതിൽ പണിതിട്ടുള്ളത്. അതായത് മറ്റേ ക്യാനൺ ഫയറിങ്ങിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര തിക്കായിട്ട് മതിൽ പണിത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിറ്റി കാണാം. പിന്നെ ഇവിടുന്ന് 2 നദികളും കാണാം. ഇത് ജോയിൻ ചെയ്യുന്ന സ്ഥലം കാണാം. കുറേ നേരം അവിടെ ചിലവഴിച്ചു. പിന്നെ നന്നായി ഇരുട്ടി കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് നമ്മുടെ നെസ് മിഹൈലോവ സ്ട്രീറ്റിലേക്ക് എത്തി. പിന്നെ ബാക്കിയുള്ള സമയം അവിടെ ചിലവഴിച്ച് അവിടെ നിന്ന് ഡിന്നറും കഴിച്ച് നേരെ ഹോട്ടലിലേക്ക്.